ഇക്ക് നിങ്ങളെ ഓർക്കാന് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണോ? സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാനാ വിളിച്ചത്. നിങ്ങൾ കാര്യമായിട്ട് പറയാണോ? എന്റെ പഠിച്ചോനെ എനിക്ക് കേട്ടപ്പോ തുള്ളി ചാടാൻ തോന്നുക. എന്താണ് വിശേഷങ്ങള്? ഗ്രൗണ്ടൊന്നും കണ്ടില്ലല്ലോ. എന്റെ നാട്ടിൽ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താ പറ്റി? ഭയങ്കര ടെൻഷനല്ല എനിക്ക്. ടെൻഷനൊന്നുമില്ലടാ. പ്രാവശ്യം എന്തായാലും വന്നതിന്റെ ശരി എന്താ പറയാ, മനസ്സിനൊരു സുഖം കിട്ടുന്നില്ല. എനിക്കറിയില്ല, കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ആകെ 40 ദിവസം കണ്ട നാട്ടിൽ നിന്ന്. അപ്പൊ അതിന്റെ ചെറിയൊരു ഫീലിംഗ്. അവിടെ കൊടുന്നോളൂ. മാറും ചെയ്യും. സ്ഥിരമായിട്ട് കൊടുന്നാലും നിർത്താനും പറ്റില്ലടാ. അതിനത്രയുള്ള അവസ്ഥ അല്ലല്ലോ എന്റെ അവസ്ഥ. പക്ഷേ ഇതൊന്നും നോക്കണ്ട, അവളും കൊണ്ടുവരാ. കല്യാണം, വീട് പണി എല്ലാം കൂടി കഴിഞ്ഞിട്ട് ആകെ എന്താ പറയാ, ആകെ തൂഫാനായിട്ട് ഇരിക്കണ. ഞാൻ എങ്ങനെ കൊണ്ടുവരാൻ? അതൊന്നും സാരല്ല, ഈ അവളെ കൊണ്ടുവരാം. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, ഞാനൊന്നും ബേജാറാവണ്ട. ഈ 2 മാസത്തിന് ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. 2 മാസത്തിന് എന്തായാലും കൊണ്ടുവരാൻ നോക്കണ്ട. പ്ലാൻ ഉണ്ട്, നോക്കട്ടെ. ഞാനേ ചെറിയ പരിപാടി, ഞാൻ കുറച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ടോ, എന്നിട്ട് ഞാൻ വരാം. അപ്പൊ പ്രശ്നം വരും. ഓക്കെ. ഹലോ അക്ക. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ കറുപ്പോണ്ട് ഓർത്തേ ഉള്ളൂ. എന്താ അങ്ങനെ ഓർക്കാന്? എനിക്ക് നിങ്ങളെ ഓർക്കാന് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായിട്ട് വേണോ? നിങ്ങൾ പോയ മുതല് മനസ്സിന് ഒരു സന്തോഷം കിട്ടണില്ല. സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാനാ വിളിച്ചത്. സന്തോഷമുള്ള കാര്യോ? അതെന്തൊക്കാ? 2 മാസത്തിന് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോന്നൊരു പ്ലാൻ ഉണ്ട്. നിങ്ങൾ കാര്യമായിട്ട് പറയാണോ? എന്റെ പഠിച്ചോനെ എനിക്ക് കേട്ടപ്പോ തുള്ളി ചാടാൻ തോന്നുക. നിക്ക് തുള്ളി കളിക്കാൻ വരട്ടെ. ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നിട്ട് ഇവിടെ കിടന്ന് കറങ്ങി നടക്കാനൊന്നും ടൈം ഉണ്ടായെന്ന് വരില്ലട്ടാ. രാവിലെ വണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഉള്ള ചത്ത് കുത്തിട്ടാവും വരവ്. പിന്നെ അതേപോലെ തന്നെ കാലത്ത് ഡ്യൂട്ടി. അവിടെ വന്ന് ചുറ്റി നടക്കണമെന്നോ അടിച്ചു പൊളിക്കണമെന്നോ അങ്ങനെയുള്ള ഒരു പൂതി എനിക്കില്ലക്ക. ഉള്ള ദിവസങ്ങളില് നിങ്ങളെന്നും കാണാലോ, സമാധാനത്തോടെ കുറച്ച് ദിവസമെങ്കിലും നിങ്ങളിപ്പോ നിക്കാലോ. ആ ഒരു സന്തോഷം മാത്രം മതി എനിക്ക്. ഉമ്മാക്ക് കൊടുത്ത ഫോണ് ഇത് വേണ്ടൊന്നും പറയട്ടെ കാര്യം. ഇമ്മ അവിടെ അകത്തുണ്ട്, ഞാൻ കൊണ്ടുകൊടുക്കാം. ഉമ്മ, ഇതെക്കാന്റെ ഫോണ്. എന്നാ എന്താ എന്റെ കുട്ടി ഈ നേരത്തെ ഒരു വിളി? ഹലോ, അസ്സലാമലൈക്കും. ഇജ്ജ് വിളിക്കാൻ കാത്തു നിൽക്കായിരുന്നു ഉമ്മ. എന്നോട് ഉമ്മാക്കേ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. നമ്മുടെ കല്യാക്കുട്ടിയത്താന്റെ മാളുടെ കല്യാണാണ് അടുത്ത ആഴ്ച. എന്തേലും കാര്യമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പ മൂപ്പരിപ്പിയും അടുത്ത ചങ്ങായിമാരല്ലേ, അനക്കറിയാലോ അത്. പിന്നെ ഇപ്പാക്ക് ഇന്നലെ ചെക്കപ്പിന് പോയപ്പോഴേ തിമരത്തിന്റെ എണ്ണം കൂടിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്താൽ അത്രയും നല്ലതാണത്രേ. പറ്റിച്ച ഈ മാസം തന്നെ അങ്ങോട്ട് നടത്തല്ലേ? എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്നാ എല്ലാത്തിനും കൂടിയുള്ള പൈസ എങ്ങനെയാ വെച്ചാല് ജതിപ്പാന്റെ ബാങ്കിൽ കണ്ടിട്ട് കൊടുത്താളെ ട്ടാ. എന്നാ ശരി. പിന്നെ കുഞ്ഞോടെ ഫീസ് അടക്കാൻ അയക്കണേ, ആ കാര്യം മറക്കണ്ട. എന്നാ പിന്നെ വെച്ചാളെ, വെറുതെ പൈസ കളയാൻ നിക്കണ്ട. എന്ത് കാര്യം? ഓളെ കൊണ്ടുപോയേ? എന്ത് വർത്താനം അജി പറഞ്ഞത്?
1 മാസത്തിനാണെങ്കിലും 2 മാസത്തിനാണെങ്കിലും ഇജ്ജ് ആരെ കണ്ടിട്ടാ ഓളെ കൊണ്ടുപോകാൻ തുനിയണത്? അല്ല, ഓള് പോയി കഴിഞ്ഞാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ എങ്ങനെ നടക്കുച്ചിട്ടാ? തൽക്കാലം മഴ കുട്ടിപ്പോ ആ പൂതി കണ്ട് വേണ്ട വെച്ചാണ്. അല്ലെങ്കിൽ ഇപ്പോ മാപ്പിളാര് ദുബായിലുള്ള പെണ്ണുങ്ങളൊന്നും ഇപ്പൊ നാട്ടിൽ ജീവിച്ചിരിക്കണില്ല പല വിചാരം. ഒരു കൊണ്ടുപോകാൻ പൂതി ഇപ്പൊ കേക്കണ്ടതൊന്നും. തൽക്കാലം മഴ കുട്ടി ഞാൻ പറഞ്ഞതണ്ട് കേട്ടാ മതി. അല്ലെങ്കിലോ 100 കൂട്ടം ചുറ്റിപ്പാടുകളുണ്ട് ഇനി ചെയ്യാനും തീർക്കാനും. അതിന്റെ കൂട്ടത്തിൽ വെറുതെ വേണ്ടാത്ത ഓരോ ഭാരം കൂടി ഇട്ട് തലയിലേക്കണ്ട. അല്ല, അനക്ക് ഇവിടുന്ന് പോണ വരല്ലാത്തൊരു പൂതി എങ്ങനെ ഇപ്പൊ പെട്ടെന്ന് വന്നത്? ഓള് ഓതി തന്നതാവും ഇതൊക്കെ അല്ലേ? കെട്ടിയ പെണ്ണിന്റെ തലയണ മന്ത്രത്തിനൊത്ത് തുള്ളാന് നാളുണ്ടോ അനക്ക്? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കുഞ്ഞോൾക്ക് കല്യാണപ്രായമായി വരികയാണ്. വെറുതെ അതും ഇതും ചെയ്തിട്ടുള്ള കയ്യില് പൈസ കളയാണ്ട് ആവണത് അയക്കൊരുക്കാൻ നോക്ക്. ഓരോരോ കൊണ്ടുപോകാൻ പൂതി. എന്നോട് ചോദിക്കാനും പറയാണ്ടി ഒരു കാര്യത്തിന് മുതിരാത്ത ആളെന്റെ കുട്ടി. തലയണ മന്ത്രം അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാ? ഞാൻ എന്ത് തലയണ മന്ത്രം കാട്ടിയെന്ന് റബ്ബേ. ഇതൊന്നും ഈ പെരയിൽ നടക്കുന്ന ആരും വിചാരിക്കണ്ട. അങ്ങനെ വല്ല പൂതി ഉണ്ടെങ്കിൽ ആ വള്ളം അങ്ങോട്ട് വാങ്ങിയൊക്കെ എല്ലാവർക്കും നല്ലത്. ഇന്റെ മകനെ ഞാൻ പറഞ്ഞതിന്റെ അപ്പുറം ഒരു വാക്കില്ല. രക്ഷിതാക്കളോട് ചെയ്യേണ്ട കടമോളം എന്തൊക്കെയെന്ന് ഇന്റെ കുട്ടിക്ക് നല്ലോണം അറിയാം. ഈ കടപ്പാട് സ്നേഹമൊക്കെ രക്ഷിതാക്കളോടും കുടുംബത്തോടും മാത്രം കാണിക്കാനുള്ളതാണ്. അതിലിന്നെ പോലുള്ള ഭാര്യമാർക്ക് ഓരോ അവകാശവും ഇല്ലേ? കടപ്പാട് എന്നതിന് 2 അർത്ഥങ്ങളാണ്. അത് രക്ഷിതാക്കളോടായാലും ഭാര്യയോടായാലും നിറവേറ്റുന്ന രീതിയിലാണ് കാര്യം. കുടുംബത്തോടുള്ള കടപ്പാട് തീർക്കാൻ ഇട്ടുകൊടുക്കേണ്ടതല്ല ഒരു പെണ്ണിന്റെയും ജീവിതം. അത് ഓരോ ഭർത്താവും മനസ്സിലാക്കാത്ത കാലത്തോളം ഓരോ കുടുംബത്തിലും അനേകം സൽമമാർ പുനർജനിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് സൽമയുടെ മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ കാത്തിരിപ്പ് എന്നുള്ള പുതിയ കഥയുടെ 5 എപ്പിസോഡ് നല്ല സന്തോഷമായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് ലെങ്ത് കുറവായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആദ്യം അതിനൊരു സോറി പറയാണ്. കാരണം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അർജൻറ്റായിട്ടൊന്ന് പുറത്ത് പോകേണ്ടി വന്നു, ഒരാവശ്യത്തിന് പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് അത്രയും നിർത്തി. അപ്പോൾ പിന്നെ ഇനി നാളേക്ക് അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ദിവസങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടി വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പിസോഡ്, അതായത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ രീതിയിലുള്ളത് എഡിറ്റ് ചെയ്തെങ്ങാണ്ട് അതൊരു എപ്പിസോഡാക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കിട്ടാം. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് കൊതി തീരെ കാണാനുള്ള രീതിയിൽ അത്രയും ലെങ്ത് ആയിട്ട് തന്നെ അത്യാവശ്യം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. എന്നിപ്പോൾ ഞാനത് വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്താ പറയുക, കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ ഓൺ വോയിസിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്ത കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രൊഡക്റ്റും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും അറിയാലോ, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ല റിവ്യൂ കിട്ടിയ പ്രൊഡക്റ്റാണ്, നല്ല റിസൾട്ട് കിട്ടിയ പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ആയിട്ട് കാണിക്കാറ് കേട്ടോ. അപ്പോൾ അതുപോലെ ഇതാ നമ്മൾക്ക് ഒരു ബോട്ടിൽ ഫുൾ യൂസ് ചെയ്ത് നമ്മൾ 2ാം വരി വരുത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞിരുന്നു ഒരു നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് ഫേസിൽ. നമ്മളെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ പോയി നല്ല ഫേസ് നല്ല ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്മളുടെ ഏജ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ആയിട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണ് കേട്ടോ. ഇത് വെനൂറ ഓർഗാനിക് നല്ല അടിപൊളി ക്രീമാണ്. അപ്പോൾ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. 2ാമത്തെ കാണിക്കാൻ പോണ സംഭവം വെച്ചാൽ ഫസ്റ്റ് ഇതാ ഞാൻ ഈ ബോക്സിൽ എടുക്കാൻ പോണത് ഡെർമോക്കിൻ്റെ ഈ ഒരു സിറമാണ് കേട്ടോ, ഫേസ് സിറം. ഇതും ഒരുപാട് ആൾക്കാർ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണെന്ന് കൂടി പറയാം. ഡെർമോക്കിൻ്റെ ഇതൊക്കെ ഒരുപാട് സെലിബ്രിറ്റീസുകളും ആൾക്കാർക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം.
സംഭവമാണ്. ഇത് മൂന്നാമത്തെ ഇതാ ഈ ഒരു ഷാമ്പും ഈ ഒരു കണ്ടീഷണറും. ഇതും ഞാൻ മുന്നേ ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്കിൽ നല്ല റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനിതും വീണ്ടും ഓർഡർ ചെയ്ത് വരുത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 സംഭവങ്ങളും മിക്ക ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ട് വന്നിട്ടുള്ള 3 സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 3 റിവ്യൂ ഞാൻ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള കാരണം. ഉപയോഗിച്ച് നോക്കാത്തൊരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. പക്ഷേ എങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ യൂസ് ചെയ്തിട്ട് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് പിന്നീടൊരു വീഡിയോയിൽ എപ്പോഴെങ്കിലും പറയുന്നുണ്ട്. സംഭവം ഇതാ കണ്ടില്ലേ, റോസ്മേരി വാട്ടറാണ് കേട്ടോ. ഇത് നമ്മളുടെ മുടി കൊഴിച്ചിലിനും പിന്നെ പുതിയ മുടി അങ്ങനെ ബേബി ഹെയറൊക്കെ നന്നായിട്ട് വരാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ ആൾക്കാരെ റിവ്യൂ കണ്ടിട്ടുണ്ട്. അപ്പോൾ തോന്നിയതൊന്ന് യൂസ് ചെയ്ത് നോക്കിയാലോ എന്ന്. അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ റിവ്യൂ എങ്ങനെയാണെന്നുള്ളത് പറയണ്ടേ, അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയണ്ടേ, അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ഈ ഒരു 3 പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ ഓൾറെഡി വാങ്ങിച്ചിട്ട് വീണ്ടും നല്ല റിസൾട്ട് കിട്ടിയിട്ട് നമ്മൾ വീണ്ടും വാങ്ങിച്ച 3 പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇപ്പം 4 പ്രൊഡക്റ്റുകൾ. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തിട്ട് വാങ്ങിക്കുക. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ഇൻഷാല്ലാ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഇനി കഥയിൽ ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ആ എപ്പിസോഡ് മുഴുവനായിട്ട് കാണാം. അതുപോലെ നമ്മളെ കഥനെക്കുറിച്ചും നമ്മളെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ കുറേ പുതിയ ആൾക്കാർ വന്നവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള സംശയങ്ങൾ പല വീഡിയോയിലായിട്ട് കണ്ടപ്പോൾ എല്ലാத்தைയും കൂടി എടുത്തിട്ട് റിപ്ലൈ പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. നമ്മളതൊരു Q&A പോലെ വേറൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മളുടെ കാത്തിരിപ്പ് എന്നുള്ള ഈ ഒരു കഥ നിങ്ങൾ ഒരുപാട് ഇഷ്ടമായിട്ട് ഒരുപാട് നല്ല കമൻസും കാര്യങ്ങളൊക്കെ കണ്ട്, അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ ശരി.